നമ്മൾ ഇന്നൊരു സെലിബ്രിറ്റി കപ്പിളിന്റെ വീടിന്റെ മുന്നിലാണ് ഉള്ളത്. മരുമോളെ പറ്റി അമ്മ ഒന്ന് പറഞ്ഞേ, അത് കഴിഞ്ഞിട്ട് മരുമോനെ പറ്റി പറയാനുള്ള അവസരം ഞാൻ തരാം. വലിയ ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ബുള്ളിങ് കേൾക്കുന്നുണ്ട്. നമ്മൾ അന്ന് അനുഭവിച്ച ആ ബുദ്ധിമുട്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഇടുന്ന കമന്റ്സ് നമുക്ക് ഒന്നുമല്ല. അത് കണ്ടിട്ട് അമ്മയ്ക്ക് അറ്റാക്ക് ഒക്കെ ആയിരുന്നു, രണ്ടാമത് അറ്റാക്കായി. പിന്നെ അതിന്റെ പേരിൽ കുറച്ച് പോലീസ് കേസ് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. 8ാം ക്ലാസ് മുതലൊക്കെ തന്നെ ഞാൻ ഇങ്ങനെ ആയി തുടങ്ങി. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു തുടങ്ങി, എനിക്കൊരാണെ ജീവിക്കാൻ പറ്റില്ല അമ്മ. പണ്ട് നിന്നപ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് നിന്നപ്പോൾ എല്ലാവർക്കും ഒരു ബാധ്യതയാണെന്ന് കണ്ട് എല്ലാവരും മാറി നിന്നിട്ടുണ്ട്. അമ്മ എന്തെങ്കിലും ആഗ്രഹങ്ങളോ കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടോ, ഒരു കുട്ടി വേണം? പിള്ളേരുണ്ടാകില്ല, ദത്തെടുക്കുക, അതിനുള്ള കാര്യങ്ങൾ നോക്കും. ഞാൻ വേണം ദത്തെടുക്കാന്ന് അമ്മ പറഞ്ഞു. പക്ഷേ ഇപ്പൊ ഒരുപാട് മാറി, ഒരിക്കലും നമ്മുടെ സമൂഹം മാറാൻ പോകുന്നില്ല. ഗർഭധാരണത്തിനുള്ള ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? പഠിക്കുമ്പോൾ അവരുടെ കൂടെ തുടങ്ങണം. ഗൈസ്, വെൽക്കം ടു മൂവി വേൾഡ്. നമ്മൾ ഇന്നൊരു സെലിബ്രിറ്റി കപ്പിളിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഉള്ളത്. ഇന്നൊരു ഹോം ടൂർ ആയാലോ? അപ്പോൾ ആരാണ് ആ സെലിബ്രിറ്റി കപ്പിൾ എന്നല്ലേ? ശിവയും അർപ്പിതയും. അവരുടെ ഈ പുതിയ വീട്ടിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇവിടെ അകത്ത് ഒരു സെലിബ്രേഷനും കൂടെ നടക്കുന്നുണ്ട്, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇവിടെ കണ്ടോ, വിശാലമായിട്ടുള്ളൊരു മുറ്റമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ബെല്ലടിക്കാൻ പോവാണ്. ഇവിടെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ നടക്കുന്നുണ്ട്, അത് അവർ തന്നെ പറയും. അപ്പോൾ നമുക്ക് ബെല്ലടിക്കാം. ഹലോ, ഹായ്, ഹലോ, വെൽക്കം ടു മൂവി വേൾഡ്. അപ്പോൾ സുഖമായിരിക്കുന്നു. അർപ്പിതയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനൊക്കെ നടക്കുകയാണ്. ഇവിടെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്, അവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സെലിബ്രേഷനും കൂടെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി, സന്തോഷം. അപ്പോൾ നമുക്ക് കേക്ക് കട്ടിങ് അല്ലേ? ഓക്കെ, വായോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു അർപ്പിത. അത് നിനക്കണ്ട അമ്മ അമ്മ കേക്കൊക്കെ കട്ട് ചെയ്ത് സന്തോഷായില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ ഒക്കെ? ഭയങ്കര പ്ലാൻ ചെയ്തിട്ടേക്ക് വരുന്നു അല്ലേ? എന്താ പറയാ, ഗിഫ്റ്റ് ഒക്കെ കൊടുത്തത് നേരത്തെ പ്ലാനിങ് ആയിരുന്നില്ലേ? ഇവര് നേരത്തെ പ്ലാൻ ചെയ്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട് വെച്ചിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നല്ലോ. പിന്നെ ഫസ്റ്റ് വിഷു ആണ്, അപ്പൊ ഇവിടെ വെച്ച് തന്നെ സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചു. അപ്പൊ രാവിലെ അമ്മേനെ ചെക്കപ്പ് ഉണ്ടായിരുന്നു, അപ്പൊ എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോന്ന് പറഞ്ഞു പോയതാ. തിരിച്ചു വന്നപ്പോ ഗിഫ്റ്റും കൊണ്ടുവന്നു. ഞാൻ കണ്ടു, കവർ ഞാൻ കണ്ടു. അപ്പൊ പറഞ്ഞു പറയില്ല, സർപ്രൈസ് ആന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഭയങ്കര സന്തോഷം. ഓ, അടിപൊളി, ശരിക്കും സർപ്രൈസ് ആയി പോയി. അതെ, ഇപ്പൊ പുതിയ വീട് വെച്ചിട്ട് ഇവിടെ ഫസ്റ്റ് വിഷു ആണെന്ന് പറഞ്ഞു. അവിടെ കണിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആരിതൊക്കെ ഒരുക്കി, അമ്മയാണോ അതോ നിങ്ങൾ എല്ലാരും കൂടിയാണ്? മെയിനായിട്ട് അമ്മയാണ്. അമ്മ വിഷു എപ്പോഴും എല്ലാ വർഷവും കണിയൊക്കെ വെക്കും. അപ്പൊ ഇത്തവണ അമ്മ ചേർന്നു നിങ്ങൾ തന്നെ വെക്കണം കൊണ്ട് ഞങ്ങൾ എല്ലാവരും മൂന്ന് പേരും കൂടി ചേർന്നിട്ടാണ് വെച്ചത്. ഈ വീടിന്റെ എന്താ പറയാ, ഇന്റീരിയർ ഒക്കെ ആരുടെ ഐഡിയാസാ? നമ്മള് കോൺട്രാക്ടർക്ക് എല്ലാം ഇട്ടുകൊടുക്കാം, അവരാണ് അതിന്റെ എല്ലാ ഐഡിയാസും അവരാണ്. പിന്നെ നമ്മുടെ ഇത് നമ്മളോട് ചോദിക്കും എങ്ങനെ വേണം എന്നൊക്കെ ചോദിക്കുമെങ്കിലും എല്ലാ ഐഡിയാസും അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും. അപ്പൊ നമ്മള് ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയും. പക്ഷേ അവർ അയച്ചു തരുന്നൊക്കെ നമ്മൾ ഓക്കെ ആയിരുന്നു, അങ്ങനെ അവർ തന്നെ എല്ലാം സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് കേക്ക് കട്ടിങ്ങിന്റെ കുറച്ച് തിരക്കും പരിപാടികളൊക്കെ ഉണ്ട്, എല്ലാ ഗസ്റ്റ് ഒക്കെ ഉണ്ട്, അവർ വരാനും പോകാനും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് മാറി ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചാലോ? ഓക്കെ, വായോ. വീടും കൂടെ കാണണോട്ടോ എനിക്ക്. അപ്പൊ നമ്മള് ലിവിങ് ഏരിയയിലോട്ട് പോവാണ്. അവിടെ രണ്ടമ്മമാരും റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അവർ രണ്ടരും കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ കയറി ചെല്ലുകയാണ്, അത് ഡിസ്റ്റർബ് ചെയ്യാനായിട്ട്. ആയോ, നമുക്കിരിക്കാം അല്ലേ? അപ്പൊ നമ്മൾ ലിവിങ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ രണ്ടമ്മമാരും ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മൾ വന്ന് കയറിയത്. ഇവരൊക്കെ എപ്പോഴാ വന്നത്? ഞാൻ അമ്മമാരുടെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കാണ്. രണ്ടുപേരും കൂടി മാറി മാറി സംസാരിക്കാൻ വലിയ മടിയുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. പരിചയപ്പെടുത്തിക്കോ, ഇത് എന്റെ അമ്മ അമ്മയുടെ പേര്. കൊല്ലത്താണ് അമ്മയുടെ വീട്. അപ്പം എല്ലാ വർഷവും അമ്മ നമ്മുടെ കൊല്ലത്ത് തന്നെയാണ് വിഷു സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത്തവണ നമ്മുടെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ ബലൂൺ പൊട്ടിത. അമ്മ ശിവയുടെ അമ്മയാണ്.
ഫസ്റ്റത്തെ വിഷുവാണ് അമ്മ, ഈ വീട്ടിലെ ഫസ്റ്റത്തെ വിഷുവാണ്. ഒരുപാട് സന്തോഷല്ലേ? ഒരുപാട് ആഗ്രഹിച്ചിരുന്നല്ലേ അമ്മ? അതെ അതെ. പറയൂ അതിനെ പറ്റി, ആ സന്തോഷം പ്രകടിപ്പിക്കൂ. അമ്മ പൊതുവെ സംസാരിക്കാനൊക്കെ സംസാരിക്കാനായിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തത് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അതിന് സന്തോഷല്ലേ? അതിന് സന്തോഷം. അതിന് സന്തോഷമുണ്ട്. അമ്മ ഭയങ്കര സർപ്രൈസ്, ആദ്യമായിട്ട് എനിക്ക് സർപ്രൈസ് ആയിട്ടൊക്കെ തരുന്നത്. അമ്മ രാവിലെ ഹോസ്പിറ്റലിൽ പോയപ്പം ഇങ്ങനെ തന്നിട്ട് ഞാൻ ചോദിച്ച അമ്മയുടെ എന്താ അമ്മ, അപ്പൊ അമ്മ പറയാം അത് പറയത്തില്ല, അമ്മ അത് പറയത്തില്ല, സർപ്രൈസ് ആയിട്ട് ആ സമയത്ത് തന്നത്. ഓ അടിപൊളി. ഇന്ന് എന്തായിരുന്നു സ്പെഷ്യലൊക്കെ അർപ്പിതയുടെ ബർത്ത്ഡേ ആയിട്ട്? ഇത് ചിക്കൻ, മീൻകറി, സാമ്പാർ, അങ്ങനെ ഒരു തോരൻ, മോര്, അങ്ങനെയെല്ലാം ചെറിയ സദ്യ. സദ്യയായിട്ട്. മരുമോളെ പറ്റി അമ്മ ഒന്ന് പറഞ്ഞേ, അത് കഴിഞ്ഞിട്ട് മരുമോനെ പറ്റി പറയാനുള്ള അവസരം ഞാൻ തരാം കേട്ടോ. പറഞ്ഞോ. മരുമകളെ പറ്റി നമ്മളെന്ത് പറയാതിരിക്കും. ഒന്നും പറയില്ല, ഒന്നും പറയില്ല. ഭയങ്കര സ്നേഹമുള്ള മരുമോളം പൊക്കി അടിച്ചോ, ഇപ്പോഴാണ് അവസരം. ഇപ്പഴേ അവസരമുള്ളൂ. ഇതിനെപ്പറ്റി എന്താണ് ഇപ്പോഴേ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരാള് തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. ഞാൻ സീലിംഗ് വരെ എത്തി. താഴ്ത്തോട്ട് പോന്നോളൂ. അടുത്തത് മരുമോനുള്ള അവസരമാണ്. മരുമോനെ പറ്റി പൊക്കി പറയാം. പൊന്നുപോലെ നോക്കിക്കോളും മോള്. സ്നേഹാണ്. ഈ ഇവരുടെ ഒരു ഇഷ്ടം പറഞ്ഞ ഒരു സമയത്തുണ്ടല്ലോ, എങ്ങനെയായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ? പൂർണ്ണ സമ്മതമായിരുന്നു അല്ലേ? അമ്മക്ക് എങ്ങനെയായിരുന്നു? സമ്മതമായിരുന്നു, ഞങ്ങൾ പോയി കണ്ടെനിക്ക് നല്ല സമ്മതമായിരുന്നു. ആരോടും നല്ല രീതിയിൽ തന്നെ പറഞ്ഞു, എല്ലാം മനസ്സിലാക്കി എടുത്തു. ഓക്കെ, ഇനി ഞാനേ നിങ്ങളുടെ ലവ് സ്റ്റോറി ഒന്ന് ഞാൻ ചോദിക്കട്ടെ. കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ക്ലീശയാണെന്ന് എനിക്കറിയാം, പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്നും കൂടെ ഒന്ന് എന്നാ അത് പിന്നെ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ. നമ്മുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അറിയാം, ആൾക്കൊരു എക്സ് ഉണ്ടായിരുന്നു, അയാളുടെ എക്സ് മാരേജ് കഴിഞ്ഞായിരുന്നു. അപ്പം ആളുടെ എക്സ് പാർട്ട്ണർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ ഇവരുടെ മാരേജിനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ ബ്രേക്കപ്പ് ആയി. അപ്പം ആളുടെ ഡൗൺ സർജറി കഴിഞ്ഞിരിക്കുന്ന സമയം. അപ്പം ഞങ്ങള് ആ സമയത്ത് ഫ്രണ്ട്സ് ആണ്, ഞാനും വരുന്ന ഫ്രണ്ട്സ് ആണ്. അപ്പം ഡൗൺ സർജറി കഴിഞ്ഞിട്ട് വിശേഷം അന്വേഷിക്കാൻ വേണ്ടിട്ട്, സർജറി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി ഞാനൊന്ന് വിളിച്ചതാ. പിന്നെ ആ വിളി കൂടി കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കെയറിങ് ഒക്കെ ഞാൻ ഇട്ട് കൊടുത്ത് അങ്ങനെ. പിന്നെ ആള് ഭയങ്കര സാഡായിട്ടിരിക്കുന്ന സമയമാണ്, റിലേഷൻ ബ്രേക്കപ്പ് ആയി, സർജറി അതിൻ്റെയൊക്കെ ആയിട്ട് ഭയങ്കര സാഡായിട്ടിരുന്ന സമയമാണ്. അപ്പൊ ഞാൻ കുറച്ച് സ്നേഹത്തിന്റെ വിത്തുകൾ ഇട്ട് കൊടുത്തു. അങ്ങനെ അത് മുളച്ചു, അങ്ങനെ പറയാം. പിന്നെന്ന് വെച്ചാൽ ആൾക്ക് എന്നോട് ക്രഷ് ഉണ്ടായിരുന്നു. അപ്പൊ ആളിങ്ങനെ സ്റ്റാറ്റസ് ഇടും, ഞാൻ ഇൻസ്റ്റയിൽ ചെയ്യുന്ന വീഡിയോസ് എടുത്ത് ആള് ആ സോങ് എടുത്തിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും. എന്നിട്ട് ഹിഡൻ ലവ് എന്ന് പറഞ്ഞ അതിനകത്ത് ക്യാപ്ഷൻ ഹിഡൻ ലവ് എന്നായിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കും ഇത് ആരാണ്, എന്താണ് ഹിഡൻ ലവ്? ഞാൻ ചോദിക്കട്ടെ, ഇത് അർപ്പിതൊക്കെ അറിയായിരുന്നില്ലേ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് അറിയായിരുന്നില്ലേ? റീൽസിന്റെ സോങ്സ് എടുത്തിടുമ്പോ എനിക്കറിയാലോ, എവിടെയെങ്കിലും ഒരു സംശയം എനിക്ക് തോന്നുമല്ലോ. അങ്ങനെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നെനിക്ക് ആളുടെ വായിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കും, എങ്ങനെയാണ്, ആരാണ്, എന്താണ്. അങ്ങനെ പിന്നെ അവസാനം ആള് തന്നെ പറഞ്ഞു എന്നോട്, ആളെന്നോട് പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോയാലോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട് ആളെന്നെ പ്രപ്പോസ് ചെയ്തു. എന്തായിരുന്നു പ്ലാൻ ആദ്യം? നമ്മുടെ ലവ് ആള് ശിവക്ഷേത്രത്തിൽ വെച്ചിട്ട് എന്നെ പ്രപ്പോസ് ചെയ്തു. നമ്മൾ എവിടെയും അറിയോ പുറത്ത് ഔട്ടിങ്ങിന് പോയത്? നമ്മൾ ആലുവ ശിവക്ഷേത്രത്തില്, അമ്പലത്തിലാണല്ലേ? ഇത് നേരത്തെ ഉള്ളൊരു പരാതിയല്ലേ, എന്നെ അമ്പലങ്ങളിൽ മാത്രമേ കൊണ്ടുപോകുള്ളൂ എന്നുള്ളത്. എപ്പോഴും ഞങ്ങളുടെ പ്രണയങ്ങളൊക്കെ എപ്പോഴും ക്ഷേത്രങ്ങളിലായിരിക്കും. ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോകണമെന്നോ ഔട്ടിങ്ങിന് പോകണമെന്നോ ഒരുപാട് ഓക്കെ റെഡി ആയിക്കോ നമുക്ക് ഇന്ന ക്ഷേത്രത്തിൽ പോകാം, അത്രേ ഉള്ളൂ. ഔട്ടിങ്ങിന് പോവാൻ റെഡി ആയിക്കോ എന്ന് പറയുമ്പോ തന്നെ അർപ്പിതയുടെ മനസ്സിലുണ്ടാവും ഇന്ന് ഏതോ ഒരു അമ്പലത്തിലേക്കാ പോകുന്നത്. ഔട്ടിങ്ങിന് പോവാന്ന് പറയുമ്പോ തന്നെ ട്രഡീഷണൽ ആയിട്ട് സാരി ഒക്കെ എടുത്ത് ഞാൻ റെഡി ആയിട്ടിരിക്കും. കാരണം എനിക്കറിയാം വേറെ എവിടെ പോലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലായിരിക്കും. ഇപ്പൊ നെക്സ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ബാലാജി തിരുപ്പതിയാ പ്ലാൻ ചെയ്തത്. തിരുപ്പതിയിലാണ് പോവാനിടയിൽ. ഈ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സമയത്തുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രപ്പോസൽ ഒരു മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇത് അമ്പലത്തിൽ വെച്ചെന്നല്ല, അല്ലാണ്ട് തന്നെ നമ്മളൊരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ആയിരിക്കണം എനിക്ക് ഇഷ്ടം പറയേണ്ടത്, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു? പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്കാരി ഞാൻ പരിചയപ്പെട്ട സമയത്തൊക്കെ ഇച്ചിരി ടെററായിരുന്നു, പേടിയായിരുന്നു സംസാരിക്കാനൊക്കെ, ഇച്ചിരി വഴക്കാളിയായിരുന്നു. പിന്നെ എന്തേലും ഗ്രൂപ്പിലൊക്കെ വഴക്കുണ്ടെങ്കിൽ ആദ്യം വന്ന് വഴക്കുണ്ടാക്കുന്ന ആളാ. എനിക്ക് പേടിയായിരുന്നു, അതുകൊണ്ട് പേടിച്ച് മാറി നിൽക്കുമായിരുന്നു. പിന്നെ എന്തോ ഒരു ടൈമിൽ ഫോണിൽ കൂടെ തന്നെ ഞാൻ പറഞ്ഞത് ആ ഒരാള് താനാണെന്ന്.
അങ്ങനെ പറഞ്ഞെങ്കിൽ പുറത്ത് പോവാം എന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യം പറഞ്ഞത് അത് ശരിയാവത്തില്ല. എനിക്കത് ഉൾക്കൊള്ളാൻ എനിക്ക് അറിയാമായിരുന്നെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം എക്സ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഇത് സമൂഹം എങ്ങനെ എടുക്കും, നമ്മുടെ കമ്മ്യൂണിറ്റി ഇത് എങ്ങനെ എടുക്കും എന്നൊക്കെ ഉള്ള ടെൻഷൻ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. എന്നാലും എനിക്കുള്ളിൽ ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു. ഓക്കെ, അതിലുപരി എക്സ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട്, അപ്പൊ ആ ഫ്രണ്ട് പിന്നെ ഫേസ് ചെയ്യേണ്ടതാണ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് മനസ്സിലുണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ എക്സ് എന്നോട് പിണങ്ങി. ആണല്ലേ? എക്സ് പിണങ്ങി. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോ ആള് വീണ്ടും ഞങ്ങൾ കോണ്ടാക്ട് വെച്ച് ഇപ്പോഴും നല്ല സ്നേഹത്തിൽ പോകുന്നുണ്ട്. നിങ്ങള് പിരിക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിച്ചിട്ടില്ലേ? ഇഷ്ടം പോലെ. അത് ഇപ്പൊ നമുക്ക് ഓരോ കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയൊക്കെ ആരെങ്കിലും അങ്ങനെ ട്രൈ ചെയ്തതായിട്ട് അറിവുണ്ടോ? കമ്മ്യൂണിറ്റിയിൽ തന്നെ കുറെ പേര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ട് ഇതൊക്കെ എവിടെ വരെ പോകാനാണ്, കൂടിപ്പോയി 3 മാസം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ 5 വർഷത്തുള്ള റിലേഷൻ ആയിട്ട്. അപ്പം അവര് അങ്ങനെ കുറെ ആൾക്കാർ പിന്നെ ഞങ്ങൾക്കിടയിൽ നിന്നിട്ട് ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്റെ അടുത്ത് വന്നിട്ട് ശിവയുടെ കുറ്റം പറയാം, ശിവ എടുത്ത് പോയിട്ട് എന്റെ കുറ്റം പറയാം, അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞു. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന അത്ര ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാര്. അപ്പം ഞങ്ങൾക്കിടയിൽ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അവൻ നമ്മളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങളത് മനസ്സിലാക്കി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കിടയിൽ വേറൊരാൾ വരാൻ പാടില്ല, മൂന്നാമത്തെ ആളുടെ ആവശ്യം നമുക്കില്ല, നമ്മൾ തന്നെ ആയിരിക്കണം നമ്മൾക്കിടയിൽ ബെസ്റ്റ് ഫ്രണ്ട്സ്. നിങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് ആ ഒരു രഹസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറയും. ഒരു ചെറിയ കാര്യം പോലെ ഞങ്ങൾ ഒളിച്ചു വെക്കില്ല. അർപ്പിതയുടെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താ ശിവയ്ക്ക്? കള്ളം പറയുന്നത് ഇഷ്ടമല്ല. ഇപ്പൊ കൊലപാതകം ചെയ്ത് അവളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ഓക്കെ, പാസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ അവള് വിടും. അതാണ് അർപ്പിതയ്ക്ക് പറയാനുള്ള അവസരം വന്നെത്തിയിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാരണം വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരും, ഭയങ്കരമായിട്ട് ദേഷ്യം വരും. നമ്മള് ചെറിയ കാര്യങ്ങൾക്ക് വരെ ദേഷ്യപ്പെടും. അത് എനിക്ക് ഇഷ്ടമല്ലാത്ത. ഞാൻ കുറെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും ഇങ്ങനെയായിട്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്ന് വെച്ചാൽ ഒരു കാര്യം പറയണമെങ്കിൽ ഞാൻ പേടിച്ച പറയാം. അതെ ദേഷ്യപ്പെടുവോ അങ്ങനെയാണ്, എങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ആളെ ഒന്ന് ഒരു കാര്യം ഞാൻ പറയാം, പെട്ടെന്ന് ദേഷ്യം വരും. അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം. ഇനി നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള ഏരിയാസും കൂടെ ഒന്ന് നമുക്ക് കാണിച്ചു തരും. ഇവിടത്തെ കബോർഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് വെക്കാനായിട്ട് ഒരു ഏരിയ മുന്നേ കൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഇത്തിരി വലുതായി പോയി. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള ഗണപതി. ഇനി ഇവിടെ TV സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദൈവമാണ്, നമ്മൾ ആരാധിക്കുന്ന ആളാണ്, നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ആളാണ്. ഞാന് പുറത്ത് വന്നപ്പോഴേക്കും കണിച്ചു എന്നാണ് വീടിന്റെ പേര് വന്നിട്ടിരിക്കുന്നത്. അപ്പൊ കണിച്ചുളങ്ങരമ്മയുടെ പേര് നമ്മൾ ഷോർട്ടാക്കി വിളിക്കുക. ഞങ്ങൾ എപ്പോഴും കണിച്ചുളങ്ങരമ്മ എന്ന് വിളിക്കാറില്ല, കണിച്ചു എന്ന് വിളിക്കാറ്. ഓ അത് കൊള്ളാം. ഈ പിന്നെ അതിന്റെ അടിയിൽ ഇങ്ങനെ ലക്കി വില്ല. ലക്കി നമ്മുടെ മകൻ എന്ന പെറ്റാണ്, പക്ഷെ നമ്മള് മകനെ പോലെ കാണുന്നത്. അപ്പൊ അവന്റെ പേരാണ് ലക്കി. അപ്പൊ അവന്റെ വില്ല ലക്കി വില്ല അങ്ങനെ. എന്നിട്ട് ആൾക്ക് ആളിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഓ ഞാൻ വിചാരിച്ചു ആ കുഞ്ഞ് ആളായിരിക്കും. അതൊന്നുമില്ല. ലക്കി വേറെ, അത് ലാബാണ്. അവനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. മതിലായിട്ടില്ലല്ലോ. ശരി. ഇപ്പൊ ആളെവിടെയായുള്ളത്? എന്നാലും ഒരു പെറ്റിന്റെ പേര് വീടിനിടാന്ന് വെച്ചാൽ വലിയ കാര്യം. ഞാൻ അങ്ങനെ കേട്ടിട്ടേ ഇല്ല. അവൻ വന്നതിന് ശേഷമാണ് ഐശ്വര്യം. അവനെ എനിക്ക് കൈ കിട്ടിയപ്പോ തന്നെ അവരെന്നോട് ചോദിച്ചു, ഗിഫ്റ്റ് കിട്ടിയതാ, ഹണി മമ്മി ഗിഫ്റ്റ് തന്നെയാ. അപ്പൊ കിട്ടിയപ്പോ തന്നെ എന്നോട് പേരിടാൻ പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ലക്കീന് ഇടാൻ തോന്നി. ലക്കായിരുന്നു. ഓക്കെ, ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലിവിംഗ് ഏരിയ കഴിഞ്ഞു, നമുക്കിനി നിങ്ങളുടെ ആ ഒരു ഏരിയയിലേക്ക് പോവാം. ഇവരുടെ മാത്രം പ്രൈവറ്റ് ആയിട്ടുള്ള ആ സ്പേസിലേക്ക് നമ്മൾ കടന്നു കയറുകയാണ് സുഹൃത്തുക്കളെ. കമോൺ. അപ്പൊ നമ്മൾ ബെഡ്റൂമിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് കളർ കോമ്പിനേഷൻ ഒക്കെ എനിക്ക് ഇഷ്ടമായി. ഇത് ആരെ സെലക്ട് ചെയ്തത്? ഇത് കളർ നമുക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ സെലക്ട് ചെയ്തു. എല്ലാം അവരുടെ കൈ ഉണ്ട്, കോൺട്രാക്ടേഴ്സിന്റെ കൈ ഉണ്ട്. കോൺട്രാക്ടേഴ്സ് ആണ് എന്താ പറയാ, കൂടുതൽ കാര്യങ്ങളും അവര് തന്നെയാണ് അറേഞ്ച് ചെയ്തതും ഓർഗനൈസ് ചെയ്തതും ഒക്കെ അവര് തന്നെയാണ്. ഒന്നും അറിയേണ്ടി വന്നില്ല. അവര് തന്നെ കളറൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇതൊക്കെ അവരെ സെലക്ട് ചെയ്തതാണ്. അല്ല, അവരെ അയച്ചു തന്നു, നമ്മൾ സെലക്ട് ചെയ്തു. ഈ എന്താ പറയാ, ഈ ഫ്രെയിം ഒക്കെ ആരാ മേടിച്ചൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ്. ഗിഫ്റ്റ് കിട്ടിയത്. അപ്പൊ ഇതുപോലെ കുറെ ഫ്രെയിംസ് ഉണ്ട്, കൂടുതലും കൃഷ്ണൻ രാധയാണ്. പിന്നെ ഇത് ഒരെണ്ണമാണ് എനിക്ക് ഭംഗിയിൽ തോന്നിയത്, ഭയങ്കരമായിട്ട് ഭംഗി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ വെച്ചു. ഈ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വേണമെന്ന് ഞങ്ങള് വേറൊരു ഹൗസ് വാമിങ്ങിന് പോയപ്പോ അവിടെ ബേ വിൻഡോ കണ്ടു.
അപ്പം മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മളൊരു വീഡിയോ വെക്കുവാണെങ്കിൽ അവിടെ ഒരു ബേബി അവിടെ വേണം എന്നുള്ളത്. ഇവിടെ ഇരുന്ന് എന്താ പരിപാടി പറയും? ഇവിടുന്ന് ഫോണിൽ കളിക്കുക, പിന്നെ ചായ കുടിക്കുക, ചായ കുടിക്കും, വൈകുന്നേരം ചായ ഇട്ടിട്ട് അമ്മയും വിളിക്കും, ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഇരിക്കും. ഓക്കെ. ഇപ്പം എന്താ പറയാ, ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കിട്ടൊക്കെ മാറിയിരുന്നാലും ഒരാൾക്ക് ഇവിടെ ഇരിക്കാം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്, അന്ന് വിചാരിച്ചിരുന്നു. ഞാൻ കൂടുതൽ ഇവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാം. ആണല്ലേ? ബുക്ക് വായിക്കാനായിട്ടൊക്കെ നല്ലൊരു ഏരിയ. അതുപോലെ നമ്മള് വൈകുന്നേരങ്ങളിൽ ഈ കട്ടൻ പൊക്കിയിട്ട് നമ്മള് ചായ കുടിക്കും. ഈ വെയില് താഴുമ്പോ നല്ല ഭംഗിയാ. മഴയും കൂടി മഴ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അങ്ങനെ ഇവിടെ വന്നിരിക്കും. കൂടുതൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക ബെഡ്റൂമിലായിരിക്കും അതോ ഏത് ഏരിയയിലാണ്? കൂടുതലായിട്ടും ബെഡ്റൂമിലാണ് കൂടുതലും. ഞങ്ങള് പ്രത്യേകിച്ച് എനിക്ക് പിന്നെ കുറച്ച് മടി ഉണ്ടായിട്ടുണ്ട്. കിച്ചണിലൊക്കെ അമ്മ കയറിക്കോളും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ സാധനം വാങ്ങിക്കാൻ എന്തെങ്കിലും ആളിവിടെ അധികം കാണത്തില്ല, പുറത്തൊക്കെ പോകും, അവിടെ ഇവിടെ ഒക്കെ നടക്കും. ഞാന് ബെഡ്റൂമില്ല, അമ്മ കിച്ചണിലായിരിക്കും. അമ്മ എന്നെ അധികം കിച്ചണിൽ കേട്ടില്ല. ഞാൻ കുളവാക്കുമെന്ന് വെച്ചിട്ടാണോ എന്താന്ന് എനിക്കറിയില്ല. അമ്മ പറയും കേറണ്ട, മോൾ അവിടെ പോയിരുന്നോളാം. മോളോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ വിചാരിച്ചാ മതി. ശിവ അർപ്പിത ഉണ്ടാക്കി തരുന്ന എന്ത് ഫുഡാണ് ഇഷ്ടം? രസം. രസം. അതാകുമ്പോ എളുപ്പമാണല്ലോ അല്ലേ? ഒരു രസം ഉണ്ടാവില്ലായിരിക്കും. അതാ വൻപയറൊക്കെ പുഴുങ്ങിയ ഇത് വെള്ളം കൊണ്ടിട്ട് അത് നല്ല ടേസ്റ്റ് ആണ്. നമ്മള് നാട്ടില് എന്റെ അമ്മ പണ്ട് എനിക്ക് നമ്മള് പയറ്റുമ്പുളി എന്നൊക്കെ പറയാം. അതായത് വൻപയർ പുഴുങ്ങില്ലേ, നമ്മള് വൻപയർ പുഴുങ്ങിയിട്ട് അതിന്റെ വെള്ളം വെച്ചിട്ട് രസം വെക്കും. അത് അമ്മ എനിക്ക് പറഞ്ഞ റെസിപ്പിയാ. അത് വെച്ചിട്ട് രസം ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. അതപ്പോ എല്ലാരും നോട്ട് ചെയ്ത് വെച്ചോ, നല്ല ടേസ്റ്റ് ആണെന്നാണ് അർപ്പിത പറയുന്നത്. ഓക്കെ. ഇപ്പൊ ശിവ നേരത്തെ ഒരു മാരേജ് ചെയ്തതാണ്, എനിക്ക് തോന്നുന്നു ഒരു 6 years ബാക്ക് ആണോ? 4 years ബാക്ക് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ലാന്നുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആളുകൾ ഇട്ട് ഇങ്ങനെ ബുള്ളി ചെയ്തിട്ട് നമ്മൾ അങ്ങ് തളർത്തിക്കളയും. പക്ഷേ അന്ന് ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു. ഒരു ചാനൽ എന്തോ വന്നിരുന്നു, അത് കണ്ടിട്ട് അമ്മയ്ക്ക് അറ്റാക്ക് ഒക്കെ ആയിരുന്നു, 2ാമത് അറ്റാക്കായി. പിന്നെ അതിന്റെ പേരിൽ കുറച്ച് പോലീസ് കേസ് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. പിന്നെ ആൾക്കാർ അറിഞ്ഞു, കുറെ പേര് ബാഡ് കമന്റ് ഇട്ട് വന്നു, കുറെ പേര് പോസിറ്റീവായിട്ട് വന്നു. പക്ഷെ ഇപ്പോഴത്തെ വെച്ച് നോക്കുമായിരുന്നെങ്കിൽ ഒരുപാട് ഞാൻ അനുഭവിക്കേണ്ടി വന്നായിരുന്നു. അന്ന് അത്ര ഇല്ലായിരുന്നു, ഒരു ചാനൽ എന്തോ വന്നുള്ളൂ. ആ സമയത്ത് ഇപ്പോഴത്തെ സമയത്തായിരുന്നു അതെങ്കിൽ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ബുള്ളിങ് ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ബുള്ളിങ് ഏൽക്കുന്നുണ്ട്. അതായത് സൈബർ ബുള്ളിങ് ഒരുപാട് ഏൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ പ്രവീണൊക്കെ മരിച്ചിട്ടുള്ള ഒരു സമയത്തൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കര വിഷമമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യമില്ലാതെ അവരിട്ടിങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ബുള്ളിങ് മാത്രം ചെയ്യുന്ന ആൾക്കാർ, അവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അവരോട് എന്താ പറയാന്ന് വെച്ചാൽ അവർക്കുണ്ടാകുന്ന ഒരു കുഞ്ഞ് നമ്മളെ പോലെ ആകുമ്പോഴേ അവർക്കത് മനസ്സിലാവുമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ലല്ലോ, അവർക്കത് അനുഭവം കിട്ടിയാലേ അവർക്കത് മനസ്സിലാകത്തുള്ളൂ. പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പോൾ ഒരു കൊച്ചു തീയിൽ കൈ മുട്ടിക്കരുത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ചെയ്യും. അത് അനുഭവം വരുമ്പോൾ മാത്രമല്ല ആ കുഞ്ഞ് പഠിക്കത്തുള്ളൂ. അതുപോലെ എനിക്ക് അവരോട് പറയണം. ഈ കമന്റ്സ് വരാറുണ്ട് ഒരുപാട്. അപ്പം സത്യം പറഞ്ഞാൽ നമ്മള് ഫാമിലിയിൽ നിന്ന് ഇങ്ങോട്ട് ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ്, അതായത് നമ്മള് പഴയ ഐഡന്റിറ്റിയിൽ നിന്ന് തന്നെ പുതിയ ഐഡന്റിറ്റിയിലേക്ക് വരുന്ന ഒരു സമയമുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും നമ്മൾ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ കളിയാക്കലായാലും ഇപ്പം ഈ കമന്റ്സ് ഇടുന്നുണ്ടല്ലോ, ആ കമന്റ്സ് ഒന്നുമല്ല. നമ്മൾ അന്ന് അനുഭവിച്ച ആ ബുദ്ധിമുട്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഇടുന്ന കമന്റ്സ് നമുക്കൊന്നുമല്ല. അപ്പോൾ ഈ കമന്റ്സ് ഇടുന്നവരോട് പറയാനുള്ളത് വെറും പുച്ഛം മാത്രം. കാരണം നമ്മൾക്ക് ഇതിലും വലുത് കേട്ടാൽ നമ്മൾ ഇങ്ങോട്ട് വന്നേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വെറും കോമഡി മാത്രമാണ്. ഇപ്പോൾ നാട്ടുകാരാണെങ്കിലും സോഷ്യൽ മീഡിയയിലുള്ള ആളുകളാണ് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലുള്ള അക്സെപ്റ്റൻസ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെ കിട്ടിയെന്ന് വരില്ല. ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര കൈനീട്ടിയാണ് നിങ്ങൾ രണ്ടുപേരും സ്വീകരിക്കുന്നത്, അവിടെ ഇത് ചെയ്യുന്നൊക്കെ പറയുന്നത് വലിയ കാര്യമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർക്കും ഒബ്വിയസ്ലി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിലുള്ള എന്തെങ്കിലും ഒരു കുശുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടോ? ഇല്ല, കുശുമ്പൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ആളുടെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആൾക്ക് 2 ചേട്ടന്മാരും അമ്മയുമാണ് ഉള്ളത്. അപ്പം ആള് ഭയങ്കര സങ്കടം പറയുന്നുണ്ട്. അസൂയും കുശുമ്പൊന്നും അല്ല, നിനക്ക് നല്ലൊരു ലൈഫ് കിട്ടിയല്ലോ. ഇപ്പം എൻ്റെ സ്വന്തം വീട്, നിന്റെ സ്വന്തം വീട്ടിലാണെങ്കിലും നിനക്ക് നല്ല അക്സെപ്റ്റൻസ് ആണ്. കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന വീട്ടിലാണെങ്കിലും ഭയങ്കര സ്നേഹമാണ് അവര്. അപ്പം നിനക്കത് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം ആൾക്ക് സ്വന്തം വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ ഒരു വിഷമം ഭയങ്കരമായിട്ടുണ്ട്. അതെന്നോട് ഇപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മുടെ അമ്മമാരോടായിരിക്കുമല്ലോ നമ്മൾ ആദ്യമേ നമ്മുടെ ഒരു ഐഡന്റിറ്റി പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ ഇതാണ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സമയം
ചിലപ്പോ ഒക്കെ പേടി ഉണ്ടാവില്ല, അവരെങ്ങനെ എടുക്കുന്നൊന്നും നമ്മൾ അന്നേരം ബോധർ ചെയ്യില്ലായിരിക്കാം. പക്ഷെ അത് പറയുന്ന ആ ഒരു സമയത്ത് നമ്മളുടെ ഉള്ളിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് അതെങ്ങനെയായിരുന്നു അർപ്പിതയ്ക്ക്? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും ഒക്കെ അറിയാം ഞാൻ അവസാനം ഇങ്ങനെ ആവുള്ളൂ. കാരണം ഞാനൊരു എട്ടാം ക്ലാസ് മുതലൊക്കെ തന്നെ ഞാൻ ഇങ്ങനെ ആയി തുടങ്ങി. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു തുടങ്ങി എനിക്കൊരാണായി ജീവിക്കാൻ പറ്റില്ല അമ്മ എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങി. അപ്പം എൻ്റെ അമ്മ ചോദിച്ചു അതെന്താ? അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് ഇങ്ങനെയാണ്, എനിക്ക് ഒരിക്കലും ഒരു പുരുഷനെ പോലെ ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്കൊരു സ്ത്രീനെ പോലെ ചിന്തിക്കാനേ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ അച്ഛനൊക്കെ ആദ്യം കൗൺസിലിങ്ങിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നെ. അപ്പം കൗൺസിലർ തന്നെ എന്നോട് അച്ഛനും അമ്മേനും പറഞ്ഞ് മനസ്സിലാക്കി, ആള് തന്നെ അച്ഛനും അമ്മേനും പറഞ്ഞ് മനസ്സിലാക്കി ഹോർമോണൽ ചേഞ്ച് ആണ്, ആളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് അച്ഛനും അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ രീതിയിൽ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലായിരുന്നു. എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ നാട്ടുകാർക്ക് അറിയാം ഞാൻ ഇങ്ങനെ ആവുള്ളൂ, അതുകൊണ്ട് എനിക്ക് വലിയ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. ശിവയ്ക്ക് എങ്ങനെയായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല, മരിച്ചുപോയി. അതായത് എന്നെ പ്രസവിക്കുന്നതിന് 10 ദിവസം മുമ്പ് മരിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല, പട്ടി അടിച്ചാൽ മരിച്ചത്. അപ്പോൾ അതുകൊണ്ട് അമ്മയാണ് വളർത്തിയത്. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് കൂടപ്പിറപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവരും അമ്മേനെ ആരും നോക്കാനില്ലായിരുന്നു. അമ്മ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ചുമട് വെക്കാകുമ്പോൾ എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്താണ് എന്നെ വളർത്തിയത്. അതുകൊണ്ട് എനിക്ക് ആരോടും ചോദിക്കേണ്ടി വന്നിട്ടില്ല എനിക്കിങ്ങനെ മാറണമെന്ന്. പക്ഷേ ഞാൻ ആദ്യത്തെ ബ്രസ്റ്റ് സർജറി ചെയ്ത സമയത്ത് പോലും ഞാൻ അമ്മയോട് പറഞ്ഞില്ല എനിക്ക് നെഞ്ചുവേനൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഞാൻ സർജറി ചെയ്തിട്ട് വന്ന് എനിക്ക് എൻ്റെത് ന്യൂസിൽ കണ്ടപ്പോൾ, അതായത് ഞാൻ ജോലി ഇല്ലായിരുന്നു, അപ്പോൾ ആമസോണിലൊരു ജോലി കിട്ടിയായിരുന്നു. നമ്മുടെ കളക്ടർ കൃഷ്ണതേജ് എനിക്ക് ജോലി വാങ്ങി തന്നു. അത് ന്യൂസിൽ വന്നപ്പോഴാണ് അമ്മ അറിയുന്നത്. പിന്നെ എൻ്റെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ എനിക്കൊരു ചേട്ടനുണ്ട്, പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് നീ ഇപ്പം എന്തുവാ എനിക്ക് അങ്ങേർക്ക് 32ാമത്തെ വയസ്സിൽ ഒരു അനിയനെ കിട്ടിയെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ അമ്മയുടെ ഒരു കസിനുണ്ട്, എൻ്റെ ബ്രദറിനെ പോലെ കൊണ്ടിടുക, അവനും എന്നോട് പറഞ്ഞു വെള്ളം അടിക്കുമ്പോൾ അവൻ്റെ കൂടെ തുടങ്ങണം. ഇത് രണ്ടുപേരും പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരും എന്നോടൊന്ന്, കാരണം ആൾക്കാർക്ക് എന്നോടൊന്നും ചോദിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം അത് ആദ്യം അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഇപ്പം എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് ഇപ്പം എല്ലാ ഫാമിലിയും എൻ്റെ കൂടെ ഉണ്ട്. ആരും എന്നെ ഒന്നും മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. പണ്ട് നിന്നപ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് നിന്നപ്പോൾ എല്ലാവർക്കും ഒരു ബാധ്യതയാണെന്ന് കണ്ട് എല്ലാവരും മാറി നിന്നിട്ടുണ്ട്. പക്ഷെ നമുക്കതൊരു വാശിയായിരുന്നു, ജീവിച്ച് കാണിക്കണം. അങ്ങനെയാണ് തുടങ്ങിയത്. പെൺകുട്ടിയായിട്ട് മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് കാരണം അവർക്ക് ബാധ്യതയാണല്ലോ. പെങ്ങളും ആളെന്ന് പറയുമ്പം എല്ലാവർക്കും അവരുടെ കൂടപ്പുറമൊക്കെ ബാധ്യതയല്ല. അപ്പൊ ആരും നമ്മൾ അന്വേഷിക്കുക പിടിക്കുമെന്നില്ല. നമ്മ തന്നെ ജോലിക്ക് പോയി പഠിപ്പിക്കും, പിന്നെ പതുക്കെ ഓരോ ജോലിക്ക് കയറി അങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്. മീൻ കച്ചവടം വരെ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോ പറയുമ്പോ തമാശയായിട്ട് തോന്നാം നെഞ്ചുവേനയാണെന്ന് പറഞ്ഞിട്ടാണ്. കാരണം അമ്മയ്ക്ക് എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ പേടിയാ. അപ്പൊ സർജറി ഒക്കെ ചെയ്യുമ്പോഴും അമ്മയ്ക്ക് ചെറിയ പെയിൻ പോലും സഹിക്കാൻ പറ്റില്ല. എനിക്കൊരു പനിയാണെങ്കിൽ, നോർമലി ഞാൻ വീട്ടിലാണെങ്കിൽ ഒരു പനിയാണെങ്കിൽ അമ്മ ജോലിക്ക് പോകായിരിക്കും. ഞാൻ പനിയായിട്ട് കിടക്കുവാണെങ്കിൽ ഞാൻ കണ്ണ് ഉറക്കുമ്പോൾ അമ്മ എൻ്റെ ഫ്രണ്ടിൽ വന്നിരിപ്പുണ്ടാവും. അവിടെ ആണെങ്കിൽ ഒരു 100 വട്ടം പറയും കേട്ടോ. അപ്പം ഞങ്ങൾ എറണാകുളത്താണല്ലോ, അപ്പം ആൾക്കൊരു പെട്ടെന്നൊരു പനിയോ തലവേന എന്തെങ്കിലും വന്ന് അപ്പം എനിക്കെപ്പോഴും നോക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. ഞാൻ ചിലപ്പോൾ കിച്ചണിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ ഈ ഫോൺ നോക്കി കളിച്ചോണ്ടൊക്കെ ഇരിക്കും. അപ്പം ആള് തലവേനായിട്ട് കിടക്കുമായിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ ഉണരുമ്പോൾ എന്നെ കണ്ടില്ലേ പറയും, ഓ എൻ്റെ അമ്മയായിരുന്നെങ്കിൽ ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിരുന്നേനെ, എനിക്ക് വേദന മാറുന്നുണ്ടോ എന്നൊക്കെ കെയറിങ്, എൻ്റെ അമ്മ തരുന്ന കെയറിങ് തരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും വഴക്കാം. കൊള്ളാം. ഇനി അമ്മ എന്തെങ്കിലും ആഗ്രഹങ്ങളോ കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടോ? ഒരു കുട്ടി വേണം അങ്ങനെയൊക്കെ എന്തെങ്കിലും ആദ്യത്തെ ആഗ്രഹം ഒരു വീടായിരുന്നു, എല്ലാവർക്കും വീടുണ്ട്, ഒരു വീട്. രണ്ടാമത്തെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അമ്മയുടെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് പിള്ളേരുണ്ടാകില്ല, നമുക്ക് നിങ്ങൾ എവിടെന്നെങ്കിലും ദത്തെടുക്കുക, അതിനുള്ള കാര്യങ്ങൾ നോക്ക്, നിങ്ങൾക്ക് പറ്റിയില്ലേ എൻ്റെ ഇതിൽ തന്നെ ഞാൻ വേണം ദത്തെടുക്കാന്ന് വരെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അഡോപ്ഷൻ അമ്മ എന്നോട് എപ്പോഴും പറയാറുണ്ട്, കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യും. കാരണം നിങ്ങൾക്ക് നാളെ ആരാ ഉണ്ടാവുക എന്നുള്ളത്. ഞാൻ അമ്മയുടെ ആദ്യമൊക്കെ ഞാൻ ഓക്കെ എന്ന് പറയുമായിരുന്നു, അമ്മയുടെ സമാധാനം. പിന്നെ ഞാൻ ചിന്തിച്ചപ്പം നാളെ ആ കുഞ്ഞിന് ഒരു പ്രശ്നം നമ്മൾ കാരണം വരരുതല്ലോ. ഇപ്പൊ തന്നെ സമൂഹം നമ്മളെ കാണുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ നമ്മുടെ സമൂഹം ഒരിക്കലും മാറിയിട്ടില്ല. നമ്മുടെ സമൂഹം നമ്മളെ കാണുമ്പോൾ ചിരിച്ചു കാണിച്ചാലും നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ പറയുന്നത് വേറെ പലതുമാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. ഒരിക്കലും നമ്മുടെ സമൂഹം മാറാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പം നമ്മളൊക്കെ വിചാരിക്കും ഇനിയുള്ള ജനറേഷൻ മാറും എന്ന് വിചാരിക്കും. ഇനി വരുന്ന ജനറേഷൻ ഇപ്പോൾ 2K കിഡ്സ് അവരൊക്കെ മാറി നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അവരുടെ പേരൻസ് കുറച്ച് പുറകിലുള്ള ആൾക്കാരാണ്, അവരുടെ ജനറേഷൻ. അപ്പോൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ഇപ്പം ആണും പെണ്ണും മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാവും. പക്ഷേ അവരാരും അതിന് മുതിരാറില്ല. സമൂഹം ഒരിക്കലും മാറത്തില്ല. നമ്മുടെ പേരൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതനുസരിച്ച് കുഞ്ഞുങ്ങൾ വളരുള്ളൂ. അപ്പം നമ്മുടെ പേരൻസ് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ വളരില്ല, അതനുസരിച്ച് വളരില്ല.
അതുകൊണ്ട് നമ്മുടെ സമൂഹം മാറത്തുമില്ല. മാറത്തില്ല. ഈ ഒരു ഗർഭധാരണത്തിനുള്ള ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇപ്പം അങ്ങനെ ട്രാൻസ് കപ്പിൾ ആണെങ്കിലും അവർ ചെയ്തിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? നമുക്കത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നമുക്ക് അഡോപ്ഷൻ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. പിന്നെ നമ്മൾ അതും ചിന്തിക്കും, നാളെ നമ്മുടെ കുഞ്ഞിനെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തരുതല്ലോ എന്ന് ചിന്തിച്ച് ഞങ്ങൾ തൽക്കാലം വേണ്ട. അപ്പോൾ ഞങ്ങളിപ്പോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ഒരാൾ കെയർ ഓഫ് ഒരു കുഞ്ഞിന്റെ കാര്യം വന്നിട്ടുണ്ടായിരുന്നു. അത് അതിനെ പഠിപ്പിക്കുന്നതിന് സാമ്പത്തികമായിട്ട് ആരും ഇല്ലാത്തൊരു സ്പോൺസർഷിപ്പ് അത് ഞങ്ങൾ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വർഷം മുതൽ അത് ചെയ്യാൻ ആരും ഇല്ല. നമ്മൾ അതിനെ നമ്മുടെ സ്വന്തം കുഞ്ഞായി സ്പോൺസർ അത് അറിയാൻ വേണ്ട ഞങ്ങളാ ചെയ്യുന്നതെന്ന് അല്ലാതെ ചെയ്യാന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യം കേട്ടോ.